ഗൈസ് ഇത് നമുക്കൊന്ന് വെളിയിലോട്ട് പോയി വന്നാലോ. അങ്ങനെ ഞാൻ ബസ്സിന് വേണ്ടി വെയിറ്റിങ്ങിലാണ്. ലാസ്റ്റിൽ എൻ്റെ ബസ് വന്നു. ഞാൻ നല്ല പാട്ടൊക്കെ കേട്ട് അടിപൊളിയായിട്ട് ടൗണിൽ എത്തിയപ്പോഴാണ് ഗൈസ് ഞാൻ അറിഞ്ഞത് ഞാൻ എൻ്റെ ഇയർപോഡ്സ് ബസ്സിൽ വെച്ച് മറന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് ബസ്സിൻ്റെ പിന്നാലെ പോയി. ഫൈനലി എൻ്റെ സാധനം തിരിച്ച് കിട്ടി. ഞാനത് ഉപയോഗിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഗൈസ്. കിട്ടിയപ്പോൾ നല്ല ഹാപ്പിയായി. അത് കഴിഞ്ഞ് ഞാൻ നിന്നിരുന്ന സ്ഥലത്ത് തന്നെ തിരിച്ചു വന്നു ഗൈസ്. അവിടെ നിന്ന് ഞാൻ നേരെ പോയത് അമ്മയുടെ അടുത്തോട്ടാണ്. അമ്മ അവിടെ ജോലി കഴിഞ്ഞ് എന്നെയും വെയിറ്റ് ആക്കി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അമ്മേനെയും കൂട്ടി ഞങ്ങൾ രണ്ടുപേരും നേരെ പോയത് ഹോട്ടലിലോട്ടാണ്. ഞങ്ങൾ രണ്ടുപേർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ വന്നു ഗൈസ്. എനിക്ക് ബിരിയാണി കാണുമ്പോണ്ടല്ലോ എനിക്ക് വീണ്ടും കഴിക്കാൻ തോന്നുന്നു. കാരണം നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഈ അടുത്ത് കഴിച്ചാൽ വൺ ഓഫ് ദി ബെസ്റ്റ് ബിരിയാണി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. രണ്ടുപേർക്ക് ഇനി നല്ല വിശപ്പുള്ളതുകൊണ്ടാണോ എന്നറിയില്ല. ഞങ്ങൾ നല്ലവരും ആസ്വദിച്ച് ഫുഡ് കഴിച്ചു ഗൈസ്. അങ്ങനെ ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഷോപ്പിംഗ് ഡിസ്കഷൻ എവിടെ പോകും എന്നുള്ള ഡിസ്കഷനിലൊക്കെയാണ് ഞങ്ങൾ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് ഷോപ്പിങ്ങിനാണ് ഗൈസ്. പക്ഷേ ഷോപ്പിംഗ് വീഡിയോ ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര റഷും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഒരു കുഞ്ഞ് ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോവാണ് ഗൈസ്. നമ്മുടെ അവിടുത്തെ ആകാശപാതയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ്. വെറുതെ ഒന്നുമില്ല, ഇത്ര നേരം ചൂടുകൊണ്ടതല്ല. അപ്പം ഇത്രയും നേരം എ സിയിൽ കയറാമെന്ന് വെച്ച് നടന്നതാണ്. അങ്ങനെ അവിടെ നേരെ ഞങ്ങൾ ബസ്സിലോട്ട് പോയി. അങ്ങനെ നേരെ വീട്ടിലോട്ട് പോവാണ് ഗൈസ്. ബൈ.